UDFന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ അവസാനം മുഖ്യമന്ത്രി ആരാകുമെന്ന തർക്കം വന്നപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല എന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ മുന്നിലേക്കാണ് ഒരു ചിത്രം വെക്കുന്നത്. ആ ചിത്രം പ്രേക്ഷകർക്ക് കാണാം. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് നിവേദനം കൊടുക്കുന്നു. RV ബാബു, ശശികല ടീച്ചർ, മുസ്ലിം ലീഗ് പ്രവർത്തക ശശികല എന്നല്ല പറയാറ്, വിഷകല എന്നാണ് ഇവരെ വിളിക്കാറുള്ളത്. അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല, ശശികല ടീച്ചർ. ഇവരടങ്ങുന്ന സംഘമാണ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകുന്നത്. നിവേദനം സ്വീകരിക്കുന്ന ചിത്രം, ചുറ്റും ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ. ഈ ദൃശ്യമാണ്, ചിത്രമാണ് പ്രേക്ഷകർ കണ്ടത്. ഇതിൽ എന്താണ് ഇത്ര പറയാനുള്ളത്? മുഖ്യമന്ത്രിയെ കാണാൻ പലരും വരും, പലരും നിവേദനം തരും, വിവിധ സംഘടനകൾ വരും, അവരുടെ നിവേദനങ്ങളൊക്കെ സ്വീകരിക്കും. അവരുടെ ആവശ്യങ്ങൾ, അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അവർക്ക് ഉറപ്പ് നൽകും. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമല്ലേ, ഇതിലെന്താണ് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് ഒരു ചെറിയ കാര്യം നേരത്തെ നടന്നത് ഓർമ്മിപ്പിക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പരസ്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. NSSന്റെ ഒരു യോഗത്തിൽ പരസ്യമായി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, നിരവധി തവണ മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചിരുന്നു. ആര്? NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി VD സതീശനെ ഒന്ന് കാണണം, അതിനുവേണ്ടി സമയം ചോദിച്ചു. ഒരു തവണയല്ല, 3 തവണ വിളിച്ചിരുന്നു. 3 തവണയും സമയം നൽകാൻ തയ്യാറായില്ല മുഖ്യമന്ത്രി VD സതീശൻ. NSSന് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം പിന്തുടരുന്ന ആളാണ് G. സുകുമാരൻ നായർ, ജനറൽ സെക്രട്ടറി. എന്താണത്? BJP-ക്കാരെ, സംഘപരിവാറുകാരെ പെരുന്നയിലേക്ക് അടുപ്പിക്കില്ല. അതിൽ അദ്ദേഹം ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള NSS ജനറൽ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചിട്ടും നൽകിയില്ല മുഖ്യമന്ത്രി VD സതീശൻ. ഇപ്പോഴിതാ ഹിന്ദു ഐക്യവേദിക്കാർ കാണുന്നു, സമയം നൽകുന്നു, നിവേദനം കൊടുക്കുന്നു, ഒന്നിച്ച് ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോ മാധ്യമങ്ങൾക്ക് നൽകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയം. അവിടെ നിന്ന് ഇറങ്ങി വന്ന ശശികല ടീച്ചർ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പരസ്യമാണ്, പത്രപരസ്യം. ആ പരസ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലോകോത്തര സർവകലാശാലകളിൽ MBBS പഠിക്കാം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ. ചെയർമാൻ ILM പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയാണ് വാർത്താസമ്മേളനം. വാർത്താസമ്മേളനത്തിലുള്ള ആരോപണം എന്താണ്? മതപരിവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നു റഷീദ് അലി ശിഹാബ് തങ്ങൾ എന്നാണ്. ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് ശശികല ടീച്ചർ. ആർക്കെതിരെ? റഷീദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. സാവ്രിയ ഉസ്ബെക്കിസ്ഥാനിൽ പോയത് തിരുവല്ല ഒരു ഏജൻസി മുഖേനയാണ്. സാവ്രിയ അറിയാം, ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠിയുടെ അടിയേറ്റു മരിച്ച പെൺകുട്ടിയാണ്. സാവ്രിയ ഉസ്ബെക്കിസ്ഥാനിൽ പോയത് MBBS വിദ്യാർത്ഥിനിയായിരുന്നു. സാവ്രിയ ഉസ്ബെക്കിസ്ഥാനിൽ പോയത് തിരുവല്ല ഒരു ഏജൻസി മുഖേനയാണ്. അവർക്ക് സ്ഥാപനത്തിൻ്റെ പേര് ബുഖറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. തങ്ങളുടെ ILMന് പേര് ഇബ്നു സീന ബുഖാറ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. രസമതല്ല, ഈ 2 സ്ഥാപനവും ഒന്നാണ്. ചില സ്ഥലങ്ങളിൽ ബുഖാറ മെഡിക്കൽ കോളേജ് എന്നു മാത്രം പരസ്യപ്പെടുന്നു. ഈ മൂന്നാമനും അതുതന്നെ. ചുരുക്കി പറഞ്ഞാൽ ഹരികൃഷ്ണൻ സിനിമയുടെ ക്ലൈമാക്സ് പോലെ വടക്കൻ കേരളത്തിൽ ഇബ്നു സീന, ഇസ്ലാമിക അന്തരീക്ഷം, കുന്തം, കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് തങ്ങൾ ആളെ പിടിക്കും. തെക്കോട്ട് കടന്നാൽ മതേതര മുഖം മൂടി എടുത്തണിയും. ഈ ഉടൻകൊല്ലി സർവകലാശാലയിലെ മുഴുവൻ ഏജൻസികളും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. ഇവിടെ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. വിദേശ സർവകലാശാലകളിലേക്ക് നടക്കുന്ന ആളെപ്പിടുത്തം കേന്ദ്ര ഏജൻസി നേരിട്ട് അന്വേഷിക്കണം. ഇതാണ് ശശികലയുടെ ആവശ്യം. അതാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് വാർത്താസമ്മേളനവും നടത്തി ശശികല ടീച്ചർ. എന്തുണ്ട്? എങ്ങനെയുണ്ട്? മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം മലപ്പുറം മണ്ഡലം പ്രസിഡന്റാണ്. പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. നാളെ പാണക്കാട് തങ്ങൾ എന്ന പ്രധാനപ്പെട്ട പദവിയിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾക്കെതിരെയാണ് ശശികല ടീച്ചർ വിഷം തുപ്പുന്നത്.
ആ ശശികല ടീച്ചർക്ക് സ്വീകരണം ഒരുക്കുന്നു വി ഡി സതീശൻ. NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല. എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ? പറഞ്ഞത് വി ഡി സതീശൻ തന്നെയാണ്. തിരിച്ചു ചോദിക്കുന്നു, എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ?